വനഭൂമി സംരക്ഷണത്തിനു വേണ്ടി നിയമവും നിയമനിർമ്മാണവും നടക്കുന്ന രാജ്യത്ത് സ്വന്തം ഭൂമി സംരക്ഷിക്കാനാകാതെ കയ്യേറ്റക്കാരുടെ പട്ടികയിൽപ്പെടുകയാണ് ഇടുക്കിയിലെ ചില ഗ്രാമവാസികൾ. പട്ടയഭൂമിയിൽ കഴിഞ്ഞിട്ടും കയ്യേറ്റക്കാരായി മാറുകയാണ് അടിമാലി പടികപ്പ് നിവാസികൾ. മൂന്നാർ ഡിവിഷന് കീഴിൽ വനംവകുപ്പ് തയ്യാറാക്കിയ കയ്യേറ്റക്കാരുടെ പട്ടികയിലാണ് 1993 പട്ടയം കിട്ടിയവർ പോലും ഉൾപ്പെട്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണ സമയത്ത് പോലും തിരിഞ്ഞു നോക്കാത്ത വനംവകുപ്പ് കയ്യേറ്റക്കാരൻ എന്ന മുദ്രകുത്തി കുടിയിറക്കാൻ ഒരുങ്ങുകയാണ് ആ പാവങ്ങളെ. പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപേക്ഷ വെച്ച് വില്ലേജിൽ പാർട്ടിക്കാർ വന്ന് പറഞ്ഞ് വയ്ക്കുക. പട്ടയം കിട്ടി 2000. 50 സെൻറ്റേ കിട്ടുള്ളൂ. വേറെ വാങ്ങാൻ സ്ഥലമൊന്നുമില്ല. ഈ പട്ടയമില്ലാത്തൊരു 1 ഏക്കറോളം ഉണ്ട് ഇതിൻ്റെ മുകളിലേക്കുള്ളത്. അപ്പുറം 1993 മന്ത്രിയുടെ കയ്യിൽ നിന്നും നേരിട്ട് പട്ടയം വാങ്ങിയ ആളാണ് ജോയ്. കാലങ്ങൾക്കിപ്പുറം വനംവകുപ്പ് തയ്യാറാക്കിയ കയ്യേറ്റക്കാരുടെ പട്ടികയിലും ജോയിയും ജോയിക്ക് കിട്ടിയ പട്ടയഭൂമിയും ഉൾപ്പെടുന്നു. ഇത് ജോയിയുടെ മാത്രം അവസ്ഥയല്ല. അടിമാലി, നേര്യമംഗലം, മാമലക്കണ്ടം, കുട്ടമ്പുഴ തുടങ്ങി ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിലെ നിരവധി പേരാണ് ഇത്തരത്തിൽ കയ്യേറ്റക്കാരായി മാറിയത്. കയ്യിലുള്ള പട്ടയം ഭൂമിയും പട്ടയവും കാണിച്ചാലും കയ്യേറ്റക്കാരാണെന്ന് തന്നെയാണ് വനംവകുപ്പ് എഴുതി ചേർത്തിരിക്കുന്നത്. ഫോറസ്റ്റ് ഭൂമിയും, അതായത് നേരെ മുകളിലേക്ക് ഒരു 1 കിലോമീറ്റർ അകലത്തിലാണ് ഫോറസ്റ്റ് ഭൂമി നിൽക്കുന്നത്. ആ 1 കിലോമീറ്റർ അകലത്തിൽ ഫോറസ്റ്റ് ഭൂമിയും ആളുകളുടെ കൃഷിഭൂമിയായിട്ട് തിരിച്ച് പരിശക്കല്ലിൽ നിന്ന് തൊട്ട് പഴമ്പള്ളിച്ചാൽ വരെ ജണ്ടയിട്ടിട്ടുണ്ട്. ആ ജണ്ടയുടെ നടപടി അല്ലാതെ യാതൊരു കാരണവശാലും ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് വരികയോ ഇവിടെ വേറെ ഒരു സർവേ നടത്തുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് 93 എനിക്ക് ഓർമ്മയുണ്ട്, 93 പട്ടയം കിട്ടി. 93 തൊട്ട് ഈ കാലം വരെ എനിക്കും 20 സെൻറ്റ് സ്ഥലത്തിന് പട്ടയമുണ്ട്. അതിൻ്റെ കരവും കാര്യങ്ങളെല്ലാം അടച്ച് കൃത്യമായി പോകുന്ന ഒരാളാണ് ഞാൻ. അത് അടിമാലി വില്ലേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് 4 163 പട്ടയം വരെ ഓൺലൈനായിട്ടുണ്ട്. ബാലൻസ് ഞങ്ങളുടെ ഒന്നും ഓൺലൈൻ ആക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് എന്നാലും കരവും കാര്യങ്ങളൊക്കെ അടച്ചു പോകുന്നതാണ്. 1977 മുമ്പ് കുടിയേറിയ കർഷകർക്കാണ് 1993 പട്ടയം പതിച്ചു നൽകിയത്. അടിമാലി പടിക്കാപ്പ് മേഖലയിൽ നിന്ന് 27 പേർ പട്ടയം സ്വന്തമാക്കി. പിന്നാലെ അപേക്ഷയും മറ്റുമായി 97 പേരും. കാട് പിടിച്ചു കിടന്ന മലമ്പ്രദേശം വെട്ടിത്തെളിച്ച് കൃഷി ആരംഭിച്ചു. റോഡും പാലവും പള്ളിയും അമ്പലവുമെല്ലാം ഇവിടെ ഉണ്ടായി. പതിറ്റാണ്ടുകൾക്കിപ്പുറം വനഭൂമി കണ്ടെത്തുവാനുള്ള വനംവകുപ്പിന്റെ ശ്രമത്തിനൊടുവിൽ പട്ടയഭൂമി വനമാണ് എന്നായി. 978 കുടുംബങ്ങളാണ് വനം കയ്യേറ്റക്കാരായി മാറിയത്. ഞങ്ങളങ്ങനെ തീരെ കുഞ്ഞില്, എനിക്കൊരു 5-8 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഇവിടെ വന്നത്. അന്നേരം ഇവിടെ അങ്ങനെ ആദായങ്ങളൊന്നുമില്ല, കാട്ടുമൃഗങ്ങളുടെ വലിയൊരു ശല്യമൊന്നുമില്ല അന്നിവിടെ. അത് കഴിഞ്ഞ പിന്നെ ഈയിടെയൊക്കെയാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യമൊക്കെ ഇതുപോലെ വന്നത്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഫോറസ്റ്റുകാർ വന്ന് ശല്യം ചെയ്യാറുണ്ട്, എന്നാലും വലിയൊരു പ്രശ്നമില്ല. ഞങ്ങളെല്ലാ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. പിന്നെ അന്നൊക്കെ ഇവിടെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പം മൊത്തം സ്ഥലത്തിനൊന്നും ആരും പട്ടയം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിച്ചം വരുന്ന സ്ഥലങ്ങൾക്ക് പട്ടയം എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സർവേയും ഒക്കെ അങ്ങനെയുള്ള കാര്യം സർവേ നടന്നില്ലെന്ന് തോന്നുന്നു. കൈവശരേഖ നിങ്ങൾക്ക് ആദ്യം തരാം എന്നുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ അതിനുശേഷം അപ്പം അന്ന് ഞാൻ പറഞ്ഞല്ലേ 93 പട്ടയം കിട്ടുമ്പോൾ എല്ലാ ആളുകൾക്കും പട്ടയം എടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ പൈസ ഒക്കെ കെട്ടി വെക്കുന്നതുകൊണ്ടേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ സർവേ ഒക്കെ നടന്നു. ആരെയും കുടിയിറക്കില്ല എന്നാണ് വനം മന്ത്രി പറഞ്ഞത്. അപ്പോഴും പട്ടിക ഇല്ലാതാകുന്നില്ല. കാലങ്ങളായി കൃഷി ചെയ്യുന്ന ഭൂമി എങ്ങനെ വനഭൂമിയായെന്ന് ഇവർക്കറിയില്ല. മതികെട്ടാൻ മേഖലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനായിരുന്നു പട്ടിക തയ്യാറാക്കിയത്. 2024 നിയമസഭയിൽ മന്ത്രി പറഞ്ഞ കയ്യേറ്റക്കാരുടെ പട്ടികയിലാണ് ഇവരും പെടുന്നത്. പക്ഷേ നാളിതുവരെയായി ഇവിടെ വനം വകുപ്പും റവന്യൂ വകുപ്പും സംയുക്ത സർവേ പോലും നടത്തിയിട്ടില്ല. സ്വന്തം ഭൂമിയിൽ കയ്യേറ്റക്കാരായി ജീവിക്കേണ്ട ഗതികേടിലാണ് മലയോര മേഖലയിലെ ഈ ജനത. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.